ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ ദിനം. യുദ്ധത്തിന്റെ ഭീകരതകളില്ലാത്ത നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു പുൻപുലരിക്കായി നമുക്ക് കൈകോർക്കാം. പ്രാർത്ഥന മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിനം ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കൂട്ടുകാരെ ക്ഷണിക്കുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും കടാക്ഷങ്ങളെ കണേ ഞങ്ങൾക്കെപ്പോഴും. പരിലാലം പരിതരായൊരു സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമ്മതി സദ്ഗുണങ്ങളാൽ ജീവിതം രമ്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബികളാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങളെ ഗണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. രാജ്യത്തോടുള്ള കടമയും ദേശസ്നേഹവും ഉത്തരവാദിത്വവും ഒരിക്കൽ കൂടി നമുക്ക് ഊട്ടിയുറപ്പിക്കാം. പ്രതിജ്ഞയ്ക്കായി സീതാരാമനെ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ്. സന്തോഷകരവും ദുഃഖകരവുമായ നിരവധി വാർത്തകളിലൂടെയാണ് നമ്മുടെ ഓരോ ദിനവും കടന്നു പോകുന്നത്. ഇന്നലത്തെ സംഭവങ്ങളാണ് ഇന്നത്തെ വാർത്തകൾ. വാർത്താ വായനയ്ക്കായി 7Bയിൽ നിന്നും അമൃതയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 7Bയിൽ നിന്നും അമൃത സി. പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് 10 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്ന് സൂചന. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിനെ കേരളം എതിർത്തു. IMD കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളി. സ്പോർട്സ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരം ഇന്ന് ആരംഭിക്കുന്നു. 42ാമത് സബ് ജൂനിയർ ദേശീയ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ജയ്പൂരിൽ ഇന്ന് ആരംഭിച്ചു. നന്ദി, നമസ്കാരം. മനസ്സിനും ചിന്തകൾക്കും വെളിച്ചം പകരാൻ ഇന്നത്തെ ചിന്താ വിഷയമായി എത്തുന്നു 8Cയിൽ നിന്നും ആദർശ് വിനോദ്. Peace come from within. Do not seek it without. Gautama Buddha. I repeat, peace come from within. Do not seek it without. Gautama Buddha. യുദ്ധവിരുദ്ധ ഗാനവുമായി എത്തുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാർ. Sari Mari Mapa
ചാമ്പലായി മാറുന്നു ജീവലോകം. പ്രബന്ധങ്ങൾ വീണു കിടക്കുന്നു മണ്ണിൽ, ചുടുചോര പറ്റിക്കിടന്നിടുന്നു. അഗ്നി പടർന്നുയർന്നിടുന്നു ധൂളികൾ, ചാമ്പലായി മാറുന്നു ജീവലോകം. ഓർമ്മകൾ വെന്തു നീറുന്നു തുടർന്നും ഹിരോഷിമാനോവായി നാഗസാക്കി. കാഴ്ച കെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ ജീവച്ഛവങ്ങളായി ദീനദീനം. ഓർമ്മകൾ വെന്തു നീറുന്നു തുടർന്നും ഹിരോഷിമാനോവായി നാഗസാക്കി. കാഴ്ച കെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ ജീവച്ഛവങ്ങളായി ദീനദീനം. വെട്ടിപ്പിടുത്തം ദുരകളധികാര മത്സരം രാക്ഷസ താണ്ഡവങ്ങൾ. യുദ്ധങ്ങൾ ഭീകര നർത്തനങ്ങൾ തകർത്താടുന്നു വേഷപ്പകർച്ചകളിൽ. വെട്ടിപ്പിടുത്തം ദുരകളധികാര മത്സരം രാക്ഷസ താണ്ഡവങ്ങൾ. യുദ്ധങ്ങൾ ഭീകര നർത്തനങ്ങൾ തകർത്താടുന്നു വേഷപ്പകർച്ചകളിൽ. ആയുധക്കോപ്പുകൾ കുന്നുകൂടുന്നില്ല, തീർക്കുമാറാകുന്നു തോക്കുകൾ ബോംബുകൾ. മാരകം ജൈവരാസായുധക്കൂനകൾ അന്തിമ കാഹളം കാത്തിരിക്കൂ. ആയുധക്കോപ്പുകൾ കുന്നുകൂടുന്നില്ല, തീർക്കുമാറാകുന്നു തോക്കുകൾ ബോംബുകൾ. മാരകം ജൈവരാസായുധക്കൂനകൾ അന്തിമ കാഹളം കാത്തിരിക്കൂ. ഓർക്കനാമിനിമേൽ കരുത്തില്ല താങ്ങുവാൻ ആർത്തനാദങ്ങളും തേങ്ങലുകൾ. ഓർക്കാപ്പുറത്തൊരു ലോകയുദ്ധം വരും, ഭസ്മമാകും ഭൂമിജാലകങ്ങൾ. ഓർക്കനാമിനിമേൽ കരുത്തില്ല താങ്ങുവാൻ ആർത്തനാദങ്ങളും തേങ്ങലുകൾ. ഓർക്കാപ്പുറത്തൊരു ലോകയുദ്ധം വരും, ഭസ്മമാകും ഭൂമിജാലകങ്ങൾ. ചേർന്നു നിൽക്കാം നമുക്കൊന്നായി മാനവ സ്നേഹപ്പെരുമ ഉയർത്തി നിർത്താം. യുദ്ധക്കൊതി മൂത്ത രാക്ഷസരെ നമുക്കൊന്നിച്ചു തകർത്തി നിർത്താം. ചേർന്നു നിൽക്കാം നമുക്കൊന്നായി മാനവ സ്നേഹപ്പെരുമ ഉയർത്തി നിർത്താം. യുദ്ധക്കൊതി മൂത്ത രാക്ഷസരെ നമുക്കൊന്നിച്ചു തകർത്തി നിർത്താം. പാരട്ടെ പ്രാവുകൾ സ്നേഹപ്പറവകൾ, പാലിൽ പരത്തട്ടെ ശാന്തിഗീതം. പാരട്ടെ പ്രാവുകൾ സ്നേഹപ്പറവകൾ, പാലിൽ പരത്തട്ടെ ശാന്തിഗീതം. പാടുക കൂട്ടരെ ഒന്നിച്ചുയരെ നാം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം. പാടുക കൂട്ടരെ ഒന്നിച്ചുയരെ നാം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം. വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം. വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നത്തെ ജീവിതം മാത്രമല്ല, നാളെയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടിയാണ്. ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കുന്നതിനായി 6Bയിൽ നിന്നും ശിവദയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിരോഷിമ നാഗസാക്കി ദിനം ഓഗസ്റ്റ് 6-9 തീയതികൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടുകളിൽ ഒന്നിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണം സൃഷ്ടിച്ച ദുരന്തം ഇന്നും ലോക മനസാക്ഷിയെ വേട്ടയാടുന്നു. ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നീ പേരുകളിലിട്ട ആ ബോംബുകൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനുകളാണ് നിമിഷ നേരം കൊണ്ട് കവർന്നെടുത്തത്. നഗരങ്ങൾ ചാരമായി മാറി. അണുവികിരണത്തിന്റെ കെടുതികൾ തലമുറകളോളം അവിടെയുള്ള മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്നു.
യുദ്ധവും അക്രമവും ഒരിക്കലും ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമല്ലെന്നാണ് ഹിരോഷിമയും നാഗസാക്കിയും നമ്മെ പഠിപ്പിക്കുന്നത്. സമാധാനവും സ്നേഹവും പരസ്പര ബഹുമാനവുമാണ് ലോകത്തിന് ആവശ്യമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയൊരു അണുബോംബ് ദുരന്തം ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധമില്ലാത്ത സമാധാനം പുലരുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് ഒന്നിച്ച് അണിനിരക്കാം. നന്ദി. ജയ് ഹിന്ദ്. യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട എച്ച്.എം. മനോജ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ അസംബ്ലി അവതരിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? ആരാ? കുറച്ചു പറ. എവിടുത്തെ വിരുദ്ധ ചിന്തകൾ പങ്കുവെക്കുന്നതിന്, യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അസംബ്ലിയാണ് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിവസവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അവരെ സഹായിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഭാരവാഹികളായിട്ടുള്ള അധ്യാപകർ, എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോ എന്ന് പറയുന്നത് എന്നാണ് ആരംഭിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മനുഷ്യന്റെ ചരിത്രത്തിൽ യുദ്ധം ആരംഭിച്ചത് എന്നാ പറയാൻ പറ്റുമോ? ഒരു തീയതിയോ ഒരു കാലഘട്ടമോ ഒരു കാലമോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. മനുഷ്യന്റെ ചരിത്രം എന്ന് ആരംഭിച്ചോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം എന്ന് ആരംഭിച്ചോ, അന്ന് മുതൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങളും ആരംഭിച്ചിട്ടുണ്ട്, അല്ലേ? ഇതിനി എന്ന് അവസാനിക്കും? പറയാൻ കഴിയുമോ? രണ്ടാം ലോക യുദ്ധത്തോടുകൂടി നമ്മുടെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചില്ലേ? ഇപ്പോൾ നിലവിൽ ലോകത്ത് യുദ്ധങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ? സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ടും അതിൽ പങ്കെടുത്തിട്ടുള്ള 2 രാജ്യങ്ങൾ ഏതൊക്കെയാ? അമേരിക്കയും ഇറാനും, അല്ലേ? അപ്പൊ ഈ രാജ്യങ്ങൾ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നാം ലോക യുദ്ധത്തിലും 2ാം ലോക യുദ്ധത്തിലും ഒക്കെ വിജയിച്ച രാജ്യങ്ങളുണ്ട്. പക്ഷെ ഈ വിജയിച്ച രാജ്യങ്ങൾ പോലും യുദ്ധത്തിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. 2ാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ യുദ്ധം വിജയിച്ച രാജ്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെയും സ്വത്തും യുദ്ധത്തിന് വേണ്ടി ബലി കൊടുക്കേണ്ടി വന്ന രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം കൊണ്ട് ആരും എവിടെയും ഒന്നും നേടുന്നില്ല. അവശേഷിപ്പിക്കുന്നത് കുറച്ച് കടങ്ങളും ബാധ്യതയും മാത്രമാണ്. അപ്പൊ എല്ലാ ദിവസവും എല്ലാ വർഷവും നമ്മൾ ഹിരോഷിമ ഡേയിലോ അല്ലെങ്കിൽ നാഗസാക്കി ഡേയിലോ ഒക്കെ സ്പെഷ്യൽ അസംബ്ലികൾ നടത്താറുണ്ട്. പലപ്പോഴും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കാറുണ്ട്. 1945 സംഭവങ്ങളെ ഓർത്തെടുക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നായാലും യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല എന്നുള്ളതാണ്. അപ്പോ മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം അത് പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോ ഇവിടെ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം ഇന്ത്യൻ മണ്ണിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷേ ഇത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ, സ്വാധീനിക്കുന്നുണ്ടോ? അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പത്രം വായിക്കണം, വാർത്ത കേൾക്കണം, ചിന്തിച്ചു നോക്കൂ. ഉണ്ടോ? എന്താ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? യുദ്ധം അവിടെ നടക്കുന്നെങ്കിലും
ഇന്ത്യയെ സംബന്ധിച്ച് പല തരത്തിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞു എന്നുള്ളത്. ആ ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യത കുറഞ്ഞപ്പോൾ അത് ഏതെല്ലാം മേഖലകളെ ബാധിച്ചു? സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം ഉണ്ടായി. ശരിയല്ലേ? നേരത്തെ നമ്മൾ 10 രൂപയ്ക്ക് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചായ ഇപ്പൊ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? 12 രൂപയ്ക്കാണ് കിട്ടുന്നത്. 10 രൂപയ്ക്ക് നമ്മൾ ഉരുട്ടി തിന്നുകൊണ്ടിരുന്ന പൊറോട്ട ഇപ്പൊ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? അതുപോലെ നമ്മൾ ദൈനംദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടായി. ഇങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധ മേഖലകളെ യുദ്ധം നമ്മുടെ മണ്ണിൽ നടന്നാലും നടന്നില്ലെങ്കിലും എല്ലാ മേഖലകളെയും ബാധിക്കും. ഇത് കുറെ കൂടി അങ്ങോട്ട് മുറുകി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളോടൊപ്പം അവരുടെ ചേരികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളും കൂടിച്ചേരും. അങ്ങനെയാണ് യുദ്ധം എപ്പോഴും വലുതാകുന്നത്. യുദ്ധം ആരംഭിക്കുന്നത് എപ്പോഴും 2 രാജ്യങ്ങൾ തമ്മിലാണ്. പക്ഷെ പിന്നീട് യുദ്ധം മുറുകുമ്പോൾ അവരോടൊപ്പമുള്ള കൂട്ടുകാർ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 2 കുട്ടികൾ തമ്മിൽ അടിയുണ്ടായാൽ ആ ഓരോ കുട്ടിയുടെയും കൂട്ടുകാർ അതിനോടൊപ്പം ചേരും. അങ്ങനെയാണ് ഇത് വലിയ സംഘമായി മാറുന്നത്. ഇതുപോലെയാണ് യുദ്ധം വലുതായി മാറുന്നത്. സന്ദേശം നമുക്ക് പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട എച്ച് മനോജ് സാറിന് സോഷ്യൽ സയൻസ് ക്ലബിന്റെ പേരിലുള്ള നന്ദി. യുദ്ധമല്ല, സമാധാനമാണ് ലോകത്തിന് ആവശ്യം. Yeah.